നമസ്കാരം കൂട്ടുകാരെ, 2015 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഫൈനൽ ഗേളിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് 5 വയസ്സുകാരി വെറോണിക്കയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വില്യം എന്നൊരു വ്യക്തി വെറോണിക്കയെ ഇന്റർവ്യൂ ചെയ്യുകയായിരുന്നു. ആദ്യം വില്യം അവളോട് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തെപ്പറ്റി ചോദിച്ചു. പക്ഷെ വെറോണിക്ക വളരെ ശാന്തിയായി ഇരുന്നതേയുള്ളൂ. അതോടെ വില്യം വെറോണിക്കയ്ക്ക് സോൾവ് ചെയ്യാൻ ഒരു പസിലിട്ട് കൊടുത്തു. മികച്ച രീതിയിൽ വളരെ പെട്ടെന്ന് അവളത് സോൾവ് ചെയ്തു. വില്യം അടുത്തതായി വെറോണിക്കയിൽ ടെസ്റ്റ് ചെയ്തത് വെറോണിക്കയുടെ മെമ്മറി ആയിരുന്നു. തന്റെ വീടിന്റെ മുക്കും മൂലയും അടക്കം വെറോണിക്കയിൽ നിന്ന് വില്യം ചോദിച്ചറിഞ്ഞു. മെമ്മറി ടെസ്റ്റിലും വെറോണിക്ക വിജയിക്കുകയായിരുന്നു. തനിക്ക് ആവശ്യമുള്ള സ്കിൽഡ് ഏജന്റിന് വേണ്ട എല്ലാ ഗുണങ്ങളും വെറോണിക്കയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വില്യം അവളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് സ്പെഷ്യൽ വർക്കിനു വേണ്ടി ട്രെയിൻ ചെയ്യാൻ നിന്നെ ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് വെറോണിക്കയോട് വില്യം ചോദിച്ചു. ഉടൻ വെറോണിക്കയുടെ മറുചോദ്യം വന്നു. നിങ്ങളുടെ ഫാമിലിയോ? ഒരു ക്രൂരനായ മനുഷ്യൻ എന്റെ ഫാമിലിയെ കൊലപ്പെടുത്തി എന്നായിരുന്നു വില്യത്തിന്റെ മറുപടി. ഓഫർ സ്വീകരിക്കാൻ തീരുമാനിച്ച വെറോണിക്ക തനിക്ക് ഐസ്ക്രീം കിട്ടുമോ എന്ന് വില്യത്തോട് ചോദിച്ചു. വില്യം ചെറുതായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പിന്നീട് 12 കൊല്ലങ്ങൾക്ക് ശേഷം വില്യത്തിന്റെ കീഴിൽ വെറോണിക്ക ട്രെയിനിങ് തുടരുകയായിരുന്നു. വളരെ ഇന്റൻസീവായ ട്രെയിനിങ് ആണ് വെറോണിക്കയ്ക്ക് വില്യം കൊടുത്തുകൊണ്ടുവരുന്നത്. ഇതേസമയം മറുവശത്ത് 17 വയസ്സുള്ള 4 സ്കൂൾ വിദ്യാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുന്നു. അവരൊരു റെസ്റ്റോറന്റിൽ വന്നിരിക്കുകയായിരുന്നു. ജെയിംസൺ, ഡാനിയൽ, ഷെയ്ൻ, നെൽസൺ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. അവരുടെ കൂട്ടത്തിൽ ജെനിഫർ എന്നൊരു പെൺകുട്ടിയുമുണ്ട്. ആ കൂട്ടത്തിലെ ലീഡർ ആ സമയത്താണ് അവിടെ വെയിട്രസായി ജോലി നോക്കുന്ന സ്വർണ്ണത്തലമുടിയുള്ള ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്. ഗ്വെൻ എന്നായിരുന്നു അവളുടെ പേര്. അവൻ ഗ്വെന്നിന്റെ അടുത്ത് ചെന്ന് ഫ്ലേർട്ട് ചെയ്ത് സംസാരിച്ച് അവളുടെ മൊബൈൽ നമ്പർ കരസ്ഥമാക്കി. ആ സമയം ജെനിഫർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരനെന്താ ഈ സ്വർണ്ണത്തലമുടിക്കാരോട് ഇത്ര ഇഷ്ടം? അവരാരും മറുപടിയൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം വെറോണിക്കയുടെ പരിശീലനം തുടരുകയാണ്. ഇരുത്തത്തിൽ പിന്നിൽ നിന്ന് കഴുത്തിൽ മുറുക്കി പിടിച്ചാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നതിലായിരുന്നു വില്യം എന്ന് വെറോണിക്കയ്ക്ക് ടെസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. വില്യം അത്തരത്തിൽ പിടിക്കുമ്പോൾ വെറോണിക്കയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വില്യം കസേരയിലിരുന്നു. വെറോണിക്കയോട് പരമാവധി ബലത്തിൽ കഴുത്തിൽ ചുറ്റിവരിന് പിടിച്ചോളാനും പറഞ്ഞു. വെറോണിക്ക അത്തരത്തിൽ പ്രവർത്തിക്കുകയാണ്. പക്ഷേ വെറോണിക്കയുടെ ആ പിടി ഉടുമ്പ് പിടുത്തം പോലായിരുന്നു. വില്യത്തിനത് സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. എന്തിനേറെ പറയുന്നു, വില്യം ബോധം കെട്ടുവരെ പോയി. അത് തിരിച്ചറിഞ്ഞതും ഭയന്ന വെറോണിക്ക വില്യത്തിന്റെ മുഖത്തടിച്ചും മറ്റും വില്യത്തിനെ ഉണർത്തുകയാണ്. ആ സമയം വെറോണിക്ക അത്രമേൽ പവർഫുള്ളാണ് എന്ന് വില്യം തിരിച്ചറിയുക കൂടിയായിരുന്നു. വീണ്ടും വില്യം വെറോണിക്കയുടെ ട്രെയിനിങ് തുടർന്നു. ഫൈറ്റിംഗ് പ്രാക്ടീസുകൾ നൽകി. പെട്ടെന്ന് ഒരു തോക്ക് അസംബിൾ ചെയ്യുവാൻ അവളെ പഠിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയിരുന്നു. നേരത്തെ പരിചയപ്പെട്ട 4 സംഘമുണ്ടല്ലോ, അവർ ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞ് അവരുടെ ലീഡറായ ജെയിംസൺ വളച്ചെടുത്ത് വെയിട്രസ് ഗ്വെന്നിനെയും കൂട്ടിക്കൊണ്ട് കാടിന് നടുക്കേട്ട് പോവുകയാണ്. പാർട്ടിക്കെന്ന് പറഞ്ഞ് പോകുന്നതുകൊണ്ട് ഗ്വെന്നും ഏറെ സന്തോഷത്തിലായിരുന്നു. മറുവശത്തപ്പോൾ വെറോണിക്കയുടെ അടുത്ത ടെസ്റ്റ് അരങ്ങേറുകയാണ്. ഒരു റെസ്റ്റോറന്റിൽ വെറോണിക്കയ്ക്കൊപ്പം വന്ന വില്യം അവിടുണ്ടായിരുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് അവളുടെ കഴിവുകൾ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. വെറോണിക്ക സമ്മതിച്ച് വില്യം തിരഞ്ഞെടുത്ത മധ്യവയസ്കന്റെ അടുത്തേക്ക് എത്തി. റെസ്റ്റ് റൂം എവിടെയെന്ന് അയാളോട് ചോദിച്ചു. അയാൾ തന്നെ അവളെ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് അയാളെ സെഡ്യൂസ് ചെയ്യാൻ എന്ന പോലെ ശ്രമിച്ച വെറോണിക്ക വിദഗ്ധമായി തന്റെ സ്കിൽ ഉപയോഗിച്ച് അയാളെ ബോധരഹിതനാക്കി. പിന്നാലെ അങ്ങോട്ടേക്ക് കടന്നു വന്ന വില്യം വെറോണിക്കയുടെ വർക്കിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മറുവശത്താകട്ടെ കാടിനുള്ളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു സംഭവിക്കുന്നത്. പാർട്ടിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ഗ്വെൻ എന്ന പെൺകുട്ടിയെ വേട്ടനായ്ക്കൾ ചുറ്റിവരിഞ്ഞ് വേട്ടയാടുന്ന പോലെ ആ 4 സംഘം വേട്ടയാടാൻ ആരംഭിച്ചിരുന്നു. പലതരം ആയുധങ്ങളുമായി വിനോദത്തിനെന്ന പോലെ ഗ്വെന്നിനെ വേട്ടയാടിയ ആ സംഘം ഒടുവിൽ അവളെ കൊന്നുകളഞ്ഞു. അടുത്ത ദിവസം വീണ്ടും വെറോണിക്കയുടെ ട്രെയിനിങ് തുടരുകയാണ്. അവസാന ഘട്ടമെന്ന രീതിയിൽ വെറോണിക്കയുടെ ഉള്ളിലെ ഭയങ്ങളോട് തന്നെ പ്രതികരിക്കാൻ എന്നവണ്ണം ട്രൂത്ത് സെറമും മറ്റൊരു ലിക്വിഡും അവളിലേക്ക് വില്യം ഇൻജെക്ട് ചെയ്തു. അത് ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അവൾ ഹാലൂസിനേറ്റ് ചെയ്യാൻ ആരംഭിക്കും. അവളുടെ ഉള്ളിലെ ഭീതികളെ അവൾ നേരിടേണ്ടി വരും. ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തനിക്കൊന്നിനെയും ഭയമില്ല എന്നായിരുന്നു വെറോണിക്ക പറഞ്ഞത്. പക്ഷേ ഹാലൂസിനേഷൻ ആരംഭിച്ചതും വെറോണിക്ക ഭയക്കാൻ തുടങ്ങി. താൻ വളരെയധികം പവറുള്ള മനുഷ്യന് മുമ്പിൽ പരാജയപ്പെടുന്ന പോലായിരുന്നു വെറോണിക്കക്ക് തോന്നിയത്. ഭാഗ്യത്തിന് ട്രെയിനർ വന്ന് അവളെ രക്ഷപ്പെടുത്തുന്നതായും കണ്ടു. പിന്നാലെ ട്രെയിനർ അവളെ കൊലപ്പെടുത്താൻ പോകുന്നത് പോലെയും അവൾക്ക് തോന്നി. അതിനിടയിൽ അവൾ വില്യത്തിനോട് തന്റെ
ഉള്ളിൽ അവനോടുള്ള പ്രണയം തുറന്നു പറയാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് കുറച്ചധികം വെള്ളം വന്നു വീഴുകയാണ്. ഹാലൂസിനേഷനിൽ നിന്നും വെറോണിക്ക ഞെട്ടിയുണർന്നു. അവൾ കണ്ടത് അത്രയും അവളുടെ ഉള്ളിലെ ഭയങ്ങളായിരുന്നു. നിന്റെ ഉള്ളിലെ ഭയങ്ങളെ നീ എതിരിട്ടോ, എന്തായിരുന്നു അത് എന്ന് വില്യം അവളോട് തിരക്കി. തന്റെ മിഷനിൽ താൻ പരാജയപ്പെടുമോ എന്നതാണ് പേടിയെന്നായിരുന്നു വെറോണിക്ക പറഞ്ഞത്. വില്യത്തിനോടുള്ള പ്രണയത്തിന്റെ കാര്യമൊന്നും അപ്പോഴും അവൾ പറഞ്ഞതുമില്ല. പിന്നാലെ ഒരു കാര്യം കൂടി ചോദിച്ചു. ആവശ്യം വന്നാൽ വില്യം തന്നെ കൊലപ്പെടുത്തുമോ എന്നതായിരുന്നു ആ ചോദ്യം. വില്യം പക്ഷെ അതിന് മറുപടി കൊടുത്തതുമില്ല. ഏതൊരു കണ്ടീഷനിലും നീ ഷാർപ്പായിരിക്കണം എന്ന് പറഞ്ഞ വില്യം ഹാലൂസിനേഷനുകളെ അതിജീവിക്കാൻ അവൾക്ക് ട്രെയിനിങ് കൊടുത്തു. ഒടുവിൽ അവളുടെ ഫൈനൽ ടെസ്റ്റിനുള്ള സമയമായി എന്ന് പറഞ്ഞ വില്യം അവളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വെറോണിക്കയുമായി വില്യം എത്തിച്ചേർന്നത് ജെയിംസണും സംഘവും വരുന്ന അതേ റെസ്റ്റോറന്റിലേക്കായിരുന്നു. അവർ പുറത്തേക്കിറങ്ങുമ്പോൾ വില്യം അവരെ വെറോണിക്കക്ക് കാണിച്ചു കൊടുത്തു. 10 പെൺകുട്ടികളെയെങ്കിലും അവർ ഇതുവരേക്കും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവരാണ് നിന്റെ ടാർഗറ്റുകൾ എന്നും വില്യം വെറോണിക്കയോട് പറഞ്ഞു. അതിനു മുമ്പ് അവരെ പറ്റിയുള്ള വിവരങ്ങൾ നീ കരസ്ഥമാക്കണമെന്നും ആ റെസ്റ്റോറന്റിൽ ജെന്നിഫർ എന്ന് പേരുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും വില്യം ആവശ്യപ്പെട്ടു. അവരുടെ കുറ്റകൃത്യങ്ങൾക്കുള്ള കവറായിട്ടാണ് ജെന്നിഫറെ അവർ ഉപയോഗിക്കുന്നതെന്നും കൂട്ടത്തിലെ ഷെയ്നിന്റെ ഗേൾഫ്രണ്ടാണ് ജെന്നിഫർ എന്നും വില്യം വെറോണിക്കയോട് കൂട്ടിച്ചേർത്തു. പയ്യന്മാർ പോയി കഴിഞ്ഞതും വെറോണിക്ക റെസ്റ്റോറന്റിലേക്ക് കയറി ചെന്ന് ജെന്നിഫറുടെ മുമ്പിലിരുന്നു. ജെന്നിഫർ ഓർഡർ ചെയ്ത പോലെ തന്നെ മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്ത് ജെന്നിഫറുമായി സൗഹാർദ്ദപരമായ രീതിയിൽ ഒരു സംസാരത്തിന് തുടക്കം കുറിച്ചു. കുറച്ചു നേരത്തെ പരിചയം കൊണ്ട് തന്നെ പ്രണയത്തെപ്പറ്റിയുള്ള സംസാരങ്ങളിലേക്ക് അവർ കടന്നു. തന്റെ ട്രെയിനറുമായുള്ള പ്രതീക്ഷയില്ലാത്ത പ്രണയത്തെപ്പറ്റി അസ്വസ്ഥതയോടെ വെറോണിക്ക പറഞ്ഞു. അതോടെ ജെന്നിഫറുടെ പ്രണയത്തെപ്പറ്റിയൊക്കെ പറയാൻ തുടങ്ങി. തന്റെ ബോയ്ഫ്രണ്ടിനെ പറ്റിയും അവന്റെ ഫ്രണ്ട്സിനെ പറ്റിയും അവരുടെ വിചിത്രമായ പ്രവൃത്തികളെ പറ്റിയുമൊക്കെ ജെന്നിഫറിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും വെറോണിക്കക്ക് ലഭിച്ചു. ജെന്നിഫറെ സമാധാനിപ്പിച്ച് അവളെ മോട്ടിവേറ്റ് ചെയ്ത് കുറച്ചൊക്കെ സംസാരിച്ച ശേഷം വെറോണിക്ക അവിടെ നിന്ന് ജെന്നിഫറോട് ബൈ പറഞ്ഞിറങ്ങി. തനിക്ക് വേണ്ട വിവരങ്ങളത്രയും ജെന്നിഫറിൽ നിന്ന് വെറോണിക്ക സംഭരിച്ചിരുന്നു. വെറോണിക്ക തിരിച്ച് വില്യത്തിന്റെ അടുത്തെത്തി വില്യത്തോട് അറിഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചു. എപ്പോഴാണ് മിഷൻ ആരംഭിക്കേണ്ടത് എന്നും വില്യത്തോട് ചോദിച്ചു. അവളുടെ ഫൈനൽ ടെസ്റ്റാണതെന്നും അതവൾ തനിച്ചായിരിക്കും ചെയ്യുകയെന്നും വില്യം അവളെ ഓർമ്മിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജെയിംസൺ അതേ ഡൈനറിലേക്ക് എത്തുകയാണ്. ആ സമയം അവിടെ സ്വർണ്ണ തലമുടിയുമായി ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ ജെയിംസൺ കണ്ടു. കണ്ട മാത്രയിൽ തന്റെ അടുത്ത ടാർഗറ്റ് എന്ന് ജെയിംസൺ അവളെ ഉറപ്പിച്ചിരുന്നു. പക്ഷേ മുടി കളർ ചെയ്ത് അവിടെ എത്തിയിരുന്നത് വെറോണിക്കയായിരുന്നു. വെറോണിക്കയ്ക്ക് മുമ്പിൽ ചെന്നിരുന്ന് പതിവ് പോലെ ജെയിംസൺ ഫ്ലേട്ട് ചെയ്യാൻ തുടങ്ങി. താൻ ഈ നഗരത്തിൽ പുതുതാണ് എന്ന മട്ടിലായിരുന്നു വെറോണിക്ക സംസാരിച്ചത്. തുടർന്ന് നടന്ന സംസാരത്തിൽ ജെയിംസണെ അടിമുടി അളക്കുവാൻ വെറോണിക്കക്ക് കഴിഞ്ഞു. ജെയിംസൺ ആകട്ടെ വെറോണിക്കയെ വളച്ചെടുത്തെന്ന് വിശ്വസിച്ച് അടുത്ത സാറ്റർഡേ നൈറ്റിൽ ഒരു പാർട്ടിക്ക് പോവാൻ അണിഞ്ഞൊരുങ്ങി ഇവിടെ എത്തണം എന്ന് വെറോണിക്കയോട് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അങ്ങനെ ശനിയാഴ്ച ദിവസം എത്തി. മറുവശത്ത് വെറോണിക്കയാകട്ടെ തീരുമാനിച്ചുറപ്പിച്ച പോലെ തയ്യാറായി. അവൾ ഡൈനറിൽ വന്ന് ജെയിംസണായി കാത്തിരിക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞതും ജെയിംസൺ എത്തി. വെറോണിക്കയെയും കൂട്ടിക്കൊണ്ട് ജെയിംസൺ പുറത്തേക്കിറങ്ങി. തന്റെ ഗേൾഫ്രണ്ട് എന്ന മട്ടിൽ വെറോണിക്കയെ ജെയിംസൺ പുറത്തുനിന്ന കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി. എല്ലാവരും കറുത്ത കോട്ടണിഞ്ഞു വന്നിരുന്നതുകൊണ്ട് നിങ്ങളൊരു സിംഗേഴ്സ് ഗ്രൂപ്പാണോ എന്നുവരെ അവൾ തമാശ രീതിയിൽ ചോദിക്കുന്നുണ്ട്. വൈകാതെ പാർട്ടിയിടത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വെറോണിക്കയെയും കൂട്ടിക്കൊണ്ട് അവർ കാറിൽ യാത്ര തുടങ്ങുകയാണ്. കാറിൽ സഞ്ചരിക്കുമ്പോൾ അവർക്കൊരു സംശയവും തോന്നിക്കാതിരുന്ന വെറോണിക്ക അവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും ഉണ്ടാകും എന്നായിരുന്നു ജെയിംസന്റെ മറുപടി. ഡാനിയൽ അത് ഏറ്റുപിടിച്ച് തന്റെ പെണ്ണ് അനബെല്ലും അവിടെ ഉണ്ടാകും, നിനക്ക് പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറയുന്നുമുണ്ട്. യാത്ര തുടർന്ന് പോകുമ്പോൾ ബേസ്ബോളിനോടുള്ള തന്റെ പ്രണയവും വിചിത്ര വിനോദവും കാരണം കാറിൽ നിന്ന് വെളിയിലേക്ക് ബേസ്ബോളുമായി തലയിട്ട നെൽസൺ പുറത്തെ മെയിൽ ബോക്സ് അടിച്ചു തകർക്കാൻ തുടങ്ങി. ഒരു തമാശയാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരൊക്കെ അത് എൻജോയ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഇനി വെറോണിക്കയുടെ ഊഴം എന്ന് പറഞ്ഞ് വെറോണിക്കയ്ക്ക് നെൽസൺ ബാറ്റ് കൈമാറി. വെറോണിക്കയും അത്തരത്തിൽ ഒരു മെയിൽ ബോക്സ് തകർത്തു. അതിന്റെ പേരിൽ വെറോണിക്കയെ അവരൊക്കെയും അഭിനന്ദിക്കുന്നുമുണ്ട്. വൈകാതെ യാത്രയ്ക്കൊടുവിൽ അവർ കാർ ഒരിടത്ത് നിർത്തി. അവിടെ നിന്നും ഡാർക്ക് ഫോറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ ഒന്നും ആരെയും കാണാത്തതുകൊണ്ട് വെറോണിക്ക ജെയിംസനോട് ചോദിച്ചു, നമ്മളാണോ ആദ്യമെത്തിയത്? അതേ എന്ന തരത്തിൽ അവൻ മറുപടിയും പറഞ്ഞു. പിന്നാലെ വെറോണിക്കയെ അവർ കാടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ പണ്ട് തന്നെ അവർ സെറ്റപ്പ് ചെയ്തിരുന്ന ഒരിടമുണ്ടായിരുന്നു. കുറെ സോഫയൊക്കെ
കേട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരിടം. അവർ അവിടെയിരുന്നു. ജെയിംസിന്റെ കൂട്ടുകാർ വെറോണിക്കയെ വല്ലാതെ നോക്കുന്നുമുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ സൈലൻസ് കഴിഞ്ഞതും വെറോണിക്ക ചോദിച്ചു, ഇവിടെ സാധാരണ ഈ പാർട്ടി കൊണ്ടാടുമ്പോ എന്താ ചെയ്യാറുള്ളത്? അത് എല്ലാരും വരുന്നവരെ നമ്മളൊരു ഗെയിമൊക്കെ കളിച്ചിരിക്കും എന്നായിരുന്നു ഡാനിയൽ പറഞ്ഞത്. പിന്നാലെ നമുക്ക് ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുകയും ചെയ്തു. വെറോണിക്കക്കും സമ്മതമായിരുന്നു. ട്രൂത്ത് ഓർ ഡെയർ എന്നൊരു കളിയായിരുന്നു അവർ കളിക്കാൻ ആരംഭിച്ചത്. വൈകാതെ കളി ആരംഭിച്ചു. അതിനു മുമ്പ് താൻ കൊണ്ടുവന്നിരുന്ന പ്രത്യേക ലിക്വിഡ് ചെറിയ മദ്യത്തിൽ കലർത്തിയിരുന്നത് കുടിക്കാനെന്ന മട്ടിൽ അവർക്ക് വെറോണിക്ക കൊടുക്കുന്നുണ്ട്. വെറോണിക്കയുടെ പെരുമാറ്റത്തിലൊന്നും ഒരു സംശയവും തോന്നാതിരുന്ന അവർ ലിക്വിഡ് കലർത്തിയ ഡ്രിങ്ക് കുടിച്ചു. ഹാലൂസിനേഷൻ ലിക്വിഡായിരുന്നു ആ ഡ്രിങ്കിൽ കലർത്തിയിരുന്നത്. ആദ്യമെടുത്തത് ജെയിംസൺ തന്നെയായിരുന്നു. ഡെയർ കിട്ടിയതും ട്രൂത്താണ് താൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് ജെയിംസൺ പറഞ്ഞു. നീ ചെയ്ത ഏറ്റവും മോശം കാര്യം എന്താണ് എന്ന് വെറോണിക്ക ജെയിംസനോട് ചോദിച്ചു. ട്രൂത്താണല്ലോ പറയാൻ പാടുള്ളൂ. തന്റെ ആദ്യ വേട്ട ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞ് ജെയിംസൺ ഒരു വേട്ടയെപ്പറ്റി വിശദീകരിച്ചു. ചെറുപ്പത്തിൽ ജെയിംസൺ അച്ഛൻ്റെ ഒപ്പം വേട്ടയ്ക്ക് പോയി. ഒരു മുയലിന്റെ കാലിൽ അവൻ വെടിവെച്ച് വീഴ്ത്തി. മുടന്തി അത് മുമ്പോട്ട് പോവാൻ നോക്കിയതും അച്ഛൻ കത്തി കൊടുത്ത് അതിന്റെ കഴുത്തറുത്ത് കൊന്നേക്കാൻ പറഞ്ഞു. പക്ഷേ ജെയിംസൺ അത് ചെയ്തില്ല. പകരം അതിനെ മുടന്തി മരണത്തിലേക്ക് തള്ളിവിട്ടു. അത് കേട്ടതും വെറോണിക്കയും കൂട്ടുകാരും നീ തള്ളുകയാണെന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. പക്ഷേ ജെയിംസൺ പറഞ്ഞു, ഒറ്റയടിക്ക് എനിക്കതിനെ കൊല്ലാമായിരുന്നു. പക്ഷേ അത് മുടന്തി വേദന സഹിച്ച് പതിയെ ചത്തല്ലോ. അതായിരുന്നു അതിന്റെ ത്രിൽ. അത് കേട്ട് വെറോണിക്ക കുറച്ച് വല്ലാതാകുന്നുണ്ട്. പിന്നാലെ വെറോണിക്കയുടെ ഊഴം വന്നു. വെറോണിക്ക ഡെയർ എടുത്തു. പക്ഷെ അത് വേണ്ടെന്ന് വെച്ച് അവൾ ട്രൂത്ത് തിരഞ്ഞെടുക്കുകയാണ്. വെറോണിക്ക ചോദിച്ച അതേ ചോദ്യമായിരുന്നു ജെയിംസൺ വെറോണിക്കയോടും ചോദിച്ചത്. തനിക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അവസരം കിട്ടിയെന്നും പക്ഷെ അത് താൻ ചെയ്തില്ല എന്നും വെറോണിക്ക പറഞ്ഞു. വെറോണിക്കയോട് അത് കേട്ടതും ഇൻട്രസ്റ്റഡ് ആയി. കൂട്ടത്തിൽ ഒരാൾ ഡീറ്റെയിൽസ് ചോദിച്ചെങ്കിലും വെറോണിക്ക അത് പറഞ്ഞില്ല. കയ്യിലിരുന്ന ഡ്രിങ്കിൽ നിന്നും അല്പം അവൾ കുടിക്കുകയും ചെയ്തു. ഹാലുസിനേഷൻ ഡ്രിങ്ക് കലർത്തിയ ഡ്രിങ്ക് ആയിരുന്നു അത്. എന്നിരുന്നാലും അതിനെ അതിജീവിക്കാൻ തനിക്ക് പറ്റും എന്ന് വെറോണിക്ക ഉറപ്പുണ്ടായിരുന്നു. പിന്നീടും ഗെയിം തുടരുകയാണ്. ഗെയിമിനിടയിൽ ഡെയർ കിട്ടി. വെറോണിക്കക്ക് തന്റെ കൈ ബന്ധിപ്പിക്കേണ്ടി വന്നു. വീണ്ടും തുടർന്നപ്പോൾ വെറോണിക്കയ്ക്ക് 2 വട്ടം ഒരു ഡെയർ കിട്ടി. മരിക്കുക എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. വെറോണിക്ക ഭയത്തോടെ അഭിനയിച്ച് എനിക്ക് വീട്ടിൽ പോകണമെന്ന് അലറി വിളിച്ചു. അത് കണ്ട് അവിടെ ഇരുന്ന ആ 4 സംഘം വെറോണിക്കയെ കളിയാക്കാനും മറ്റും ആരംഭിച്ചു. പക്ഷേ വെറോണിക്ക ആരാണെന്നോ അവളുടെ അഭിനയമാണിതെന്നോ അവരറിയുന്നേ ഉണ്ടായിരുന്നില്ലല്ലോ. ജെയിംസൺ വെറോണിക്കക്ക് മുമ്പിലേക്ക് ഒരു ഓഫർ വെക്കുകയാണ്. അവിടെ നിന്ന് വെറോണിക്കക്ക് രക്ഷപ്പെടാനോടാം. അവർ വെറോണിക്കയെ ഹണ്ട് ചെയ്യും. വെറോണിക്ക അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞതും ഓരോരുത്തരായി ആയുധങ്ങളും എടുത്ത് വെറോണിയെ തിരഞ്ഞിറങ്ങി. പക്ഷെ അപ്പോഴേക്കും വെറോണിക്ക തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. തന്റെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ച് വരുന്നവരെ ആക്രമിച്ചു കൊല്ലുവാൻ വെറോണിക്ക തയ്യാറായി നിന്നു. ഈ സമയം അവർ കുടിച്ച ഡ്രിങ്കിലെ ഹാലുസിനേഷൻ എഫക്ട് ആ പയ്യന്മാരിലേക്ക് വന്നു ചേരാൻ തുടങ്ങിയിരുന്നു. വെറോണിക്കയെ തിരഞ്ഞുവന്ന ഡാനിയൽ തന്റെ മുമ്പിൽ കോട്ടും സ്യൂട്ടും ധരിച്ച് 2 ആളുകൾ പാണ്ഡയുടെ കോസ്റ്റ്യൂമും ഇട്ട് നിൽക്കുന്ന പോലെ അവൻ അനുഭവപ്പെടാൻ തുടങ്ങി. അവന്റെ ഉള്ളിലെ ഭയമായിരുന്നു അത്. അവനതിനെ ആക്രമിക്കാൻ മുന്നോട്ട് പാഞ്ഞു ചെന്നു. കോടാലിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വ്യക്തമാകുന്നത് അത് വെറോണിക്കയാണ്. വെറോണിക്കയും ഡാനിയലും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റുമുട്ടലിന് ഏറ്റവും ഒടുവിൽ ഡാനിയലിനെ വെറോണിക്ക അവന്റെ തന്നെ കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതേ സമയം വെറോണിക്കയെ തിരഞ്ഞുകൊണ്ട് നെൽസണും ഇറങ്ങിയിരുന്നു. ബേസ്ബോൾ ബാറ്റുമായി ഇറങ്ങിയ നെൽസൺ അവന്റെ മുമ്പിൽ വന്ന ഹാലുസിനേഷൻ കണ്ട് ഭയപ്പെട്ടു. മാസ്ക് വെച്ച കുറേയധികം ആളുകൾ അവനെ ആക്രമിക്കാൻ ചുറ്റിവളയുന്ന പോലായിരുന്നു അവന് തോന്നിയത്. അത് കണ്ടു ഭയന്ന് അവനവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ മാസ്ക്ഡ് മാനായി അവന് തോന്നിക്കൊണ്ടിരുന്നതോ വെറോണിക്കയെ തന്നെയായിരുന്നു. വെറോണിക്ക നെൽസനെ ആക്രമിക്കുകയാണ്. മാസ്ക്ഡ് മാൻ ആക്രമിക്കുന്ന പോലായിരുന്നു നെൽസൺ അനുഭവപ്പെട്ടത്. അധികം വൈകാതെ കനത്ത ഫൈറ്റിനും മറ്റുമൊടുവിൽ താഴെ വീണ നെൽസന്റെ തലയിലേക്ക് ഒരു കല്ലിട്ടുകൊണ്ട് വെറോണിക്ക അവനെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇതേസമയം ജെയിംസൺ വെറോണിക്കയെ തിരയുകയായിരുന്നു. കൂട്ടത്തിൽ അവൻ മാത്രം ഡ്രിങ്ക് കുടിക്കാത്തതുകൊണ്ട് ഹാലുസിനേഷൻ അവനെ ബാധിച്ചിരുന്നില്ല. തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ഡാനിയലിന്റെ മൃതശരീരം ജെയിംസൺ കാണുന്നുണ്ട്. പിന്നാലെ അങ്ങോട്ടേക്ക് ഒരു പെണ്ണുകൂടി വന്നെത്തുകയാണ്. ഷെയ്നിന്റെ ഗേൾഫ്രണ്ടായ ജെനിഫർ ആയിരുന്നു അത്. കൗച്ചിലിരിക്കുകയായിരുന്ന ജെയിംസൺ ജെനിഫറുടെ അടുത്ത് വന്ന് ജെനിഫറെ ചുംബിക്കുന്ന പോലൊക്കെ അങ്ങോട്ടേക്കെത്തിയ ഷെയ്ൻ കണ്ടു. അത് ചോദ്യം ചെയ്യാൻ ഷെയ്ൻ ജെയിംസന്റെ അടുത്തേക്കെത്തുകയാണ്. അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഷെയ്ൻ ജെയിംസനെ ഇടിക്കുകയും ചെയ്തു. ആ സമയം ജെയിംസൺ ഇവളെന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്നും ഞങ്ങളൊന്നിച്ച് കിടന്നിട്ടുണ്ടെന്നും ഷെയ്നിനോട് പറയുകയാണ്. അതോടെ ജെയിംസനും ഷെയ്നും തമ്മിൽ വീണ്ടും ഫൈറ്റ് ആരംഭിച്ചു. ഇതിനിടയിൽ ഞങ്ങൾ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കൊന്നു തള്ളാറുണ്ട് എന്ന് ജെയിംസൺ ജെനിഫറോട് പറഞ്ഞു. ജെയിംസനെ ഷെയ്ൻ അടിച്ചിട്ടു. ശേഷം എഴുന്നേറ്റ് വന്ന് ജെനിഫറുടെ കഴുത്തിൽ പിടിച്ച് അവളെ ശ്വാസം മുട്ടിക്കാൻ ആരംഭിച്ചു. ആ നിമിഷമാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അത് യാഥാർത്ഥ്യം
യഥാർത്ഥത്തിൽ ജെനിഫർ അല്ല, ജെനിഫർ ആണെന്ന് ഷെയ്ൻ ചിന്തിച്ചുകൊണ്ട് നിന്നതത്രയും വെറോണിക്കയായിരുന്നു. ഹാലുസിനേഷൻ എഫക്റ്റ് കാരണം ഷെയ്നിനെ തോന്നിക്കൊണ്ടിരുന്ന ഉള്ളിലെ പേടിയായിരുന്നു അത്. തന്റെ ഗേൾഫ്രണ്ടിനെ ജെയിംസൺ എടുക്കുമെന്നുള്ള കാര്യം അങ്ങോട്ടേക്കെത്തിയ വെറോണിക്കയെ തന്റെ പേടി കാരണം ജെനിഫർ എന്ന രീതിയിൽ ഷെയ്ൻ ഹാലുസിനേറ്റ് ചെയ്യുകയായിരുന്നു. ജെയിംസണും അവിടെ ഉണ്ടായിരുന്നതേയില്ല. പിന്നെ പറയണ്ടല്ലോ, വെറോണിക്ക വളരെ പെട്ടെന്ന് തന്നെ ഷെയ്നിനെയും വകവരുത്തുകയാണ്. ഈ സമയം കാടിനകത്തുകൂടി അന്വേഷിച്ചു നടക്കുകയായിരുന്ന ജെയിംസൺ നെൽസന്റെ ഡെഡ് ബോഡിയും കണ്ടെത്തുന്നുണ്ട്. വെറോണിക്ക പോയിരിക്കാവുന്ന പാത പിന്തുടർന്ന് തടാക തീരത്തേക്ക് ജെയിംസൺ വന്നെത്തുകയാണ്. അവൻ പ്രതീക്ഷിച്ച പോലെ വെറോണിക്ക അവിടെ ഉണ്ടായിരുന്നു. ഷെയ്നുമായുള്ള ഫൈറ്റിനിടയിൽ അവളുടെ മൂക്കിന്റെ പാലം പൊട്ടിയിരുന്നു. അത് പിടിച്ചവൾ നേരെയാക്കുകയായിരുന്നു. ഹാലുസിനേഷൻ ഇല്ലാതിരുന്ന ജെയിംസൺ അവളുടെ മുമ്പിലേക്ക് വന്നു. ഫൈറ്റ് ചെയ്യാൻ വരട്ടെ, നമുക്കിരുന്നങ്ങ് കുറച്ചുനേരം സംസാരിക്കാം എന്ന് ജെയിംസൺ പറഞ്ഞു. വെറോണിക്ക അവിടെ ഒരു കല്ലുമേലിരുന്നു. അവർ സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സ് കുടിച്ച ഡ്രിങ്കിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നായിരുന്നു ജെയിംസന്റെ ചോദ്യം. ഹാലുസിനേഷൻ മരുന്ന് കലർത്തിയിരുന്ന കാര്യവും ട്രൂത്ത് സെറത്തിന്റെ കാര്യവും വെറോണിക്ക ജെയിംസനോട് സമ്മതിച്ചു. പിന്നാലെ വെറോണിക്ക ചോദിച്ചു, അതുവരേക്കും അവർ എത്ര പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട് എന്നായിരുന്നു ചോദ്യം. 21 പേരെ കൊന്നിട്ടുണ്ട് എന്ന് പശ്ചാത്താപം പോലുമില്ലാതെ ജെയിംസൺ മറുപടി പറഞ്ഞു. വെറോണിക്കയെയും കൂട്ടിയാണത് എന്നും ജെയിംസൺ പറഞ്ഞതും വെറോണിക്ക വല്ലാതൊരു ചിരിയങ്ങ് ചിരിച്ചു. നിന്റെ ഫ്രണ്ട്സിനെ കൊന്നത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് വെറോണിക്ക പറഞ്ഞു. നമുക്കൊന്നിച്ചു വർക്ക് ചെയ്താലോ എന്നായി ജെയിംസന്റെ ചോദ്യം. വെറോണിക്ക അത് സാധ്യമല്ലെന്ന് പറഞ്ഞതും അവിടെ ഫൈറ്റ് തുടങ്ങുകയാണ്. ശക്തമായ ഫൈറ്റിനിടയിൽ വില്യം പഠിപ്പിച്ചു കൊടുത്ത ചോക്കിംഗ് ടെക്നിക് വെറോണിക്ക പ്രയോഗിച്ചു. ബോധരഹിതനായി ജെയിംസൺ താഴെ വീണു. പിന്നെ വൈകിയില്ല. ഹാലുസിനേഷൻ ഡ്രിങ്ക് എടുത്ത് വെറോണിക്ക ജെയിംസനെ കുടിപ്പിച്ചു. പിന്നാലെ അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കഴുത്തിൽ കുരുക്കിട്ട നിലയിൽ മരക്കുറ്റിയിൽ കയറ്റി നിർത്തി. ജെയിംസന്റെ കൈയും ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. ബോധത്തിലേക്ക് ജെയിംസൺ വന്നപ്പോൾ താൻ അവിടെ ബന്ധിക്കപ്പെട്ട നിലയിൽ അനങ്ങാൻ പോലും പറ്റാതെ നിൽക്കുന്ന അവസ്ഥ അവൻ മനസ്സിലാക്കി. കാലൊന്നിടറിയാൽ മരണം ഉറപ്പാണ്. ജെയിംസൺ മുന്നിലുള്ള വെറോണിക്കയോട് തന്റെ ലൈഫിനായി അപേക്ഷിച്ചു. വെറോണിക്ക ഒരു ഗെയിം കളിക്കാമെന്ന് പറയുകയാണ്. 1 ക്വസ്റ്റ്യൻ എന്ന ഗെയിം. നീ ദൈവവിശ്വാസിയാണോ എന്നൊരു ചോദ്യം വെറോണിക്ക ജെയിംസനോട് ചോദിച്ചു. അല്ലെന്നായിരുന്നു അവന്റെ മറുപടി. ദൈവത്തോട് ജീവനു വേണ്ടി അപേക്ഷിക്കില്ല എന്നും അവൻ പറഞ്ഞു. പെട്ടെന്ന് ജെയിംസന്റെ ഹാലൂസിനേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ കൊന്ന 20 പെണ്ണുങ്ങളുടെ ആത്മാക്കൾ അവനെതിരിൽ വരുന്നത് അവൻ ഭീതിയോടെ കണ്ടു. അവർ വന്ന് തന്നെ മരക്കുറ്റിയുടെ മുകളിൽ നിന്ന് തള്ളിയിടുന്ന പോലെ. അതുപോലെ തന്നെ ജെയിംസന്റെ ഭയം അവനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു. കഴുത്തിലെ കുരുക്കുമുറിഞ്ഞി തൂങ്ങി മരിച്ച നിലയിൽ ജെയിംസൺ കാണപ്പെടുകയാണ്. വെറോണിക്ക അവന്റെ മരണം നോക്കി നിന്ന് കണ്ടു. പിന്നാലെ അങ്ങോട്ടേക്ക് വില്യം കടന്നു വന്നു. വെറോണിക്ക മിഷൻ പാസ്സായിരുന്നു. അവളുടെ മികവിനെ വില്യം അഭിനന്ദിച്ചു. അവളെയും കൂട്ടി ഭക്ഷണം കഴിക്കുവാൻ വില്യം അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് പോയി. വിജയം അവർ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.